സമസ്തയിലെ ഭിന്നതയിൽ പരോക്ഷ വിമർശനവുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനൈക്യവും ഭിന്നതയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. തീരാത്ത പ്രയാസങ്ങൾ ഒന്നുമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സമസ്ത ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതെന്നും സംസ്ഥയുടെ 100ാം വാർഷിക സ്വാഗത സംഘ കൺവെൻഷനിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആ പാരമ്പര്യമാണ് മുസ്ലിം എന്നുള്ളവർക്ക് ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ കേരളത്തിലെ ഓരോ വിശ്വാസിക്കും പ്രചോദനം നൽകുന്നു. അതിൽ സംസ്ഥയോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, സംസ്ഥയുമായി ആശയപരമായി യോജിക്കുവാൻ കഴിയാത്ത നമ്മുടെ സഹോദര വിഭാഗങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ മുസ്ലിം എന്നുള്ള ആ അസ്ഥിഭാരത്തോടെ ജീവിക്കുവാനുള്ള പാരമ്പര്യവും ആത്മധൈര്യവും ഉണ്ടാക്കിയിട്ടുള്ളതാണ് സംസ്ഥ കേരള ഇതിനിടയ്ക്ക് അനൈക്യവും ചിത്രതയും ഭിന്നതയും ഇതൊക്കെ കടന്നു വരുമ്പോൾ ശരിയാണ്. പക്ഷെ അതൊക്കെ തന്നെ നമുക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. അതൊന്നും തീരാത്ത പ്രയാസങ്ങൾ ഇവിടെയുമില്ല. മുബഷിർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് മുബഷിർ. ഭിന്നതയുണ്ട് എന്ന സംസ്ഥയുടെ തന്നെ വേദിയിലെത്തി പാണക്കാട് തങ്ങൾ പറയുകയാണ്. അതൊക്കെയൊന്ന് മാറ്റി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ നമ്മളിപ്പോൾ കേട്ടത്? ഗുഡ് ഈവനിങ് സുജയ പാർവതി. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ട ഒരു വിശേഷം. ഒരു ഭാഗത്തെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ നേരത്തെ SMFന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ ഒരു യോഗമൊക്കെ തന്നെ നിലമ്പൂരിൽ ചേർന്നിരുന്നു. അതിൽ പരോക്ഷമായിട്ടുള്ള വിമർശനം സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ അതിന് പിന്നാലെ ആ ഒരു യോഗത്തിൽ വെച്ച് തന്നെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം തങ്ങൾ ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട വിമർശനം ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതികരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള സ്വാഗത സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ മലപ്പുറത്ത് ചേർന്നിരുന്നു. അവിടെ വെച്ചാണ് സാദിഖ് അലി തങ്ങൾ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇസ്ലാമിക സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പോന്ന ഒരു സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത്. ആ ഒരു പാരമ്പര്യം മുസ്ലിങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല, അത് ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഈ അടുത്തായി ചില അനൈക്യവും ഭിന്നാഭിപ്രായങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്, ശരിയാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് മാറ്റാൻ പാകത്തുള്ള പരിഹാരങ്ങളും ഉണ്ടാകുമല്ലോ. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം, തീരാത്ത പ്രയാസങ്ങളൊന്നുമില്ല, അത് എല്ലാവരും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീരുകയും ചെയ്യും.